എന്താ പറഞ്ഞു? അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ആരാ? അവൻ. അപ്പം അവൻ ആ നാമം അറിയാം, അതുകൊണ്ട് അവന് സംരക്ഷണമുണ്ട്, പേടിക്കണ്ട. അവൻ്റെ മക്കൾക്കുണ്ട്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷിക്കപ്പെടും. കർത്താവിൻ്റെ നാമം, കർത്താവ് എന്ന നാമമല്ല എഴുതപ്പെട്ടിരിക്കുന്നത്, കർത്താവിൻ്റെ നാമം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണമായിരുന്നു, കർത്താവിൻ്റെ നാമം. അപ്പോൾ എല്ലാവരും കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ മതി. അത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കും, എനിക്ക് നിങ്ങളെ അറിയത്തില്ലെന്ന് പറയും. അപ്പോൾ കർത്താവിൻ്റെ നാമം അറിയണം. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ പിതാവിനൊരു നാമമുണ്ട്, പുത്രനൊരു നാമമുണ്ട്. പുത്രൻ്റെ നാമം നമുക്കറിയാമല്ലോ, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാര്യം അറിയാം, പക്ഷെ പിതാവിനെ അറിയത്തില്ല. പേര് കിട്ടിയെന്ന് വിചാരിച്ചിരിക്കുക. അവർ കണ്ടിട്ടും കാണാതിരിക്കേണ്ടതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കേണ്ടതിനും അങ്ങനെ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും ആ നാമത്തെ ഇപ്പോൾ ഞങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുക. നാമം വെളിപ്പെടും, എല്ലാ കളിയും മാറും, വിറയ്ക്കും, വിറച്ചേ പറ്റൂ. സമയമായി. ബാക്കി പറയാം. ഇപ്പം നായ്ക്കളെല്ലാം അകത്താണ്. നായ്ക്കളും മന്ത്രവാദികളൊക്കെ പുറത്താക്കും. ഹിംസജന്തുക്കൾ വരെ ഇറങ്ങാൻ സമയമായി തുടങ്ങി. കളിച്ചോണ്ടിരുന്നോ? പുറത്തോ? ഇപ്പം കട്ടിലും സോഫയിലേക്ക് കയറി കിടക്കുക. നമുക്ക് തല ചായ്ക്കാൻ ഇടയില്ല. നന്ദിയപ്പാ, അപ്പന് മഹത്വം.